ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇത് സാംസങ് ഗാലക്സി ബഡ്സ് 2 പ്രോ. ഇത് ഇറങ്ങിയത് ഏതാണ്ട് 2022 ഓഗസ്റ്റില് 18,000 റുപ്പീസിനാണ്. പക്ഷെ ഇപ്പോൾ നമുക്കിത് ഏതാണ്ട് പകുതി വിലയുടെ അടുത്തൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതിന്റെ ഇപ്പോഴത്തെ പ്രൈസ് അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് എന്താണെന്ന് നമുക്ക് വീഡിയോയിൽ ലാസ്റ്റ് പറയാം. അതുപോലെ സാംസങ് ഫോൺ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിൽ കുറച്ചധികം ഫീച്ചേഴ്സ് കൂടെ കിട്ടുന്നുണ്ട്. അത് നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ പറയുന്നുണ്ടാവും. അപ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ ഇതിൽ മാത്രമുള്ള കുറച്ച് ഫീച്ചേഴ്സ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് 360 ഡിഗ്രി ഓഡിയോ അതുപോലെ ഹെഡ് ട്രാക്കിംഗ് ആണ്. 360 ഡിഗ്രി ഓഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ ചെറുതായിട്ടൊക്കെ പിടികിട്ടി കാണും. നമുക്ക് സാധാരണ ഉള്ള ഓഡിയോനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്ത് കുറച്ചുകൂടെ ക്വാളിറ്റി കൂട്ടി കുറച്ചുകൂടെ ഒരു ഒറിജിനാലിറ്റിയിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കി തരും. ഈ ഹെഡ് ട്രാക്കിംഗ് എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കേൾക്കുന്ന ഓഡിയോ ഇപ്പോൾ ഹെഡ് ട്രാക്കിംഗ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഓഡിയോ അല്ലെങ്കിൽ ഒരു മൂവി കാണുകയാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞാലും ഓഡിയോ അല്ലെങ്കിൽ സൗണ്ട് വരുന്നതെല്ലാം ഒരേ ഡയറക്ഷനിൽ നിന്നായിരിക്കും. ഞാനിപ്പോൾ ഒരു മൂവി കാണുകയാണെങ്കിൽ ഇവിടെ നിന്നായിരിക്കും എനിക്ക് ഡയലോഗ്സ് കേൾക്കുന്നുണ്ടാവുക. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞാലും ആ ഡയലോഗ് എനിക്ക് ഈ സൈഡിൽ നിന്ന് തന്നെ കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു ഫീച്ചറാണ് ഈ ഹെഡ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡബിൾ ടാപ്പ് ഇയർബഡ് എഡ്ജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇതിലെന്താണ് പ്രത്യേകത എന്ന് ആലോചിക്കേണ്ട, അതിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മളിതിൽ നമ്മുടെ ഓഡിയോ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ചെവി ഉപയോഗിച്ചിട്ടാണ്. സാധാരണ ടച്ച് വെക്കാവുന്നത് നമ്മളെ ഇയർബഡ്സിലായിരിക്കും ടച്ച് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇതിൽ നമ്മൾ ടച്ച് ചെയ്യേണ്ടത് നമ്മുടെ ചെവിയിലാണ്. ചെവിയിൽ 2 പ്രാവശ്യം ലെഫ്റ്റ് സൈഡ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം കുറയും, അതുപോലെ റൈറ്റ് സൈഡ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം കൂടും. ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് വോയിസ് ഡിക്റ്റേറ്റ് ആണ്. ഈ ഫീച്ചർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു ക്രൗഡിൽ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മളിങ്ങനെ ANC ഒക്കെ വെച്ച് പാട്ട് കേട്ട് പോകുന്ന സമയത്താണ് ഒരാൾ നമ്മളോട് ഒന്ന് സംസാരിക്കുന്നതെന്ന് വെച്ചോ. അപ്പോൾ ഈ നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ ANC അങ്ങ് ഓഫ് ആയിട്ട് ഇത് ട്രാൻസ്പെറൻസി മോഡിലോട്ട് മാറും. ഇത് ഓട്ടോമാറ്റിക്കലി ഈ ട്രാൻസ്പെറൻസി മോഡിലോട്ട് മാറും. അതിനുശേഷം നമ്മളൊരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ 10 സെക്കൻഡ് 15 സെക്കൻഡ് അങ്ങനെ ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഈ ടൈമിനനുസരിച്ച് ഈ ടൈം കഴിയുമ്പോൾ നമ്മുടെ ഈ ട്രാൻസ്പെറൻസി മോഡ് മാറും. അതായത് നമ്മൾ സംസാരിച്ച് നിർത്തിയതിനു ശേഷം ഈ സമയം കഴിയുമ്പോൾ നമ്മുടെ ഈ ട്രാൻസ്പെറൻസി മോഡ് മാറിയിട്ട് വീണ്ടും ഫീച്ചർ എന്ന് പറയും നമ്മൾ സംസാരിച്ച് നിർത്തിയതിനു ശേഷം ഈ സമയം കഴിയുമ്പോൾ നമ്മുടെ ANC വീണ്ടും വർക്കായി തുടങ്ങും. അപ്പോൾ നമ്മുടെ അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ഫിറ്റ് അതുപോലെ പ്ലേ പോസ് ഒക്കെയാണ്. ഈ ടെസ്റ്റ് ഫിറ്റ് എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ANC ഒക്കെ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചെവിയുടെ കറക്റ്റ് ആയിട്ടുള്ള ഇയർബഡ്സ് ഒക്കെ വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഇയർബഡ്സ് നമ്മുടെ ചെവിക്ക് കറക്റ്റ് ആയിട്ടുള്ളതാണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നമ്മൾ ഈ ഇയർബഡ്സ് ഒന്ന് എടുത്ത് ചെവിയിൽ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞിരുന്നു നമ്മുടെ ഫിറ്റ് എങ്ങനെയുണ്ട്, പുവർ ഫിറ്റ് ആണോ, ഗുഡ് ഫിറ്റ് ആണോ, ഓക്കെ ആണോ എന്നൊക്കെ നമുക്ക് നമ്മുടെ ആപ്പിൽ തന്നെ നോക്കി അറിയാൻ പറ്റും. അതാണ് ഈ ടെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. ഇനി പ്ലേ പോസ് എന്ന് പറയുന്നത് നമ്മളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ആരെങ്കിലും നമ്മളെ വിളിക്കുക എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ ചെവിയിൽ നിന്ന് ഇതിങ്ങനെ ഊരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ വീഡിയോ ഒന്ന് പോസ് ആവും. അതിനുശേഷം തിരിച്ചു വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക്കലി പ്ലേ ആവത്തില്ല. നമ്മൾ ടച്ച് ചെയ്ത് പ്ലേ ചെയ്താലേ ഇത് വർക്ക് ആവത്തുള്ളൂ. നമ്മുടെ അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് സ്മാർട്ട് തിങ്സ്. അതായത് നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ ബഡ്സ് മറന്നു വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ലൊക്കേഷൻ അതുപോലെ നോട്ടിഫിക്കേഷനും വരുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഒറ്റ ബഡ് മാത്രമായിട്ടാണ് വെച്ചിട്ട് പോകുന്നതെങ്കിൽ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടാവും. നമ്മുടെ ലെഫ്റ്റ് ബഡ് അവിടെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് ബഡ് കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ സാംസങ്ങിന്റെ ഫോൺ അല്ലെങ്കിൽ സാംസങ്ങിന്റെ ഇക്കോസിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് ഈ നമ്മുടെ ബഡ്സിൽ കിട്ടുന്നുണ്ടാവും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരു സാംസങ് ഫോണാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ TWS ഉപയോഗിച്ച് 24 ബിറ്റ് സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഈ 24 ബിറ്റ് എന്ന് പറയുന്നത് ഒരു സൗണ്ട് ഫോർമാറ്റ് ആണ്. ഇത് നമ്മൾ സ്റ്റുഡിയോ റേഞ്ചിലൊക്കെ ഉപയോഗിക്കുന്ന അത്യാവശ്യം നമുക്ക് നല്ല സെപ്പറേഷൻ ഒക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൗണ്ട് ഫോർമാറ്റ് ആണ്. അങ്ങനെയുള്ള 24 ബിറ്റ് സൗണ്ട് നമുക്ക് സാംസങ് ഫോണാണ് കയ്യിലുള്ളതെങ്കിൽ, അതുപോലെ സാംസങ് 24 ബിറ്റിന്റെ ഒരു ഓഡിയോ ഫയൽ കൂടെ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കേട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അടുത്ത നമ്മുടെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓട്ടോ സ്വിച്ച് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ടാബിൽ എന്തെങ്കിലും മൂവി എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് നിങ്ങൾക്ക് ഫോണിൽ ഒരു കോൾ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോണിൽ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ TWSൽ ഓട്ടോമാറ്റിക്കലി ഫോണിലോട്ട് സ്വിച്ച് ആയി കോളിലേക്ക് കയറാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ ഒരു സാംസങ് വാച്ച് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മോഡ്സ് കൺട്രോൾ ചെയ്യുന്നത്, അതുപോലെ 360 ഡിഗ്രി ഓഡിയോ, ഹെഡ് ട്രാക്കിംഗ്, അങ്ങനെയുള്ള വോയിസ് ഡിക്റ്റേറ്റ് ഈ സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് വാച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ നിങ്ങളുടെ
ഈ ഇയർബഡ്സിന്റെ കറക്റ്റ് ആയിട്ടുള്ള അപ് ടു ഡേറ്റ് ബാറ്ററി ലെവലും നിങ്ങൾക്ക് നിങ്ങളുടെ വാച്ചിൽ അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, അതുപോലെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.